തിരുവനന്തപുരം പേട്ടയിൽ നിന്ന് കഴിഞ്ഞ ദിവസം കാണാതായ നാടോടി ബാലികയെ ആശുപത്രിയിൽ നിന്ന് ഉടൻ ഡിസ്ചാർജ് ചെയ്യും. SAT ആശുപത്രി ചികിത്സയിൽ കഴിഞ്ഞ കുട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നാണ് മെഡിക്കൽ പരിശോധനാ ഫലം. കുട്ടിയെ ഡിസ്ചാർജ് ചെയ്യണമെന്ന് ബന്ധുക്കൾ ആവശ്യപ്പെട്ടിരുന്നു. അഞ്ജു ജയപ്രകാശ് നൽകും വിവരങ്ങൾ. അഞ്ജു, കുട്ടിയുടെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണെന്നാണോ ഡോക്ടർമാർ പറയുന്നത്? എപ്പോഴായിരിക്കും ഡിസ്ചാർജ് ചെയ്യുക? വിനീത, കഴിഞ്ഞ ദിവസം കാണാതായിട്ടുണ്ടായിരുന്ന പിഞ്ചു കുഞ്ഞിന്റെ 2 വയസ്സുകാരിയായിട്ടുള്ള കുഞ്ഞിന്റെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണെന്നാണ് ആശുപത്രി അധികൃതർ അടക്കം അറിയിക്കുന്നത്. ഒപ്പം തന്നെ കുട്ടി ഉന്മേഷവതി ആണ് എന്നുള്ള ഒരു പരിശോധനാ ഫലം കിട്ടിയെന്നും പറയുന്നുണ്ട്. കൗൺസിലിംഗ് നൽകാൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് SIT ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ കൗൺസിലിംഗിന് ശേഷമായിരിക്കും കുട്ടിയുടെ ഡിസ്ചാർജ് ഉണ്ടാവുക. എന്തായാലും ഇന്ന് തന്നെ ഡിസ്ചാർജ് ഉണ്ടാവും എന്ന കാര്യത്തിൽ തീരുമാനമായിരിക്കുന്നു. ഇനിയിപ്പോൾ കുട്ടി ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണത്തിലായിരിക്കും ഉണ്ടാവുക. ഒപ്പം തന്നെ നമുക്കറിയാം, ഇനിയിപ്പോൾ പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഇതും കുട്ടിയുടെ മൊഴിയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇനി ഉണ്ടാവുക. കാരണം കുട്ടിയുടെ മൊഴി അത് നിർണായകമാകും എന്ന പ്രതീക്ഷയിലാണ് ഈ കേസിൽ പോലീസ് ഉള്ളത്. കാരണം ശാസ്ത്രീയ പരിശോധനാ ഫലം, ഒപ്പം തന്നെ മറ്റു CCTVകളൊന്നും പരിശോധിച്ചതിൽ വ്യക്തമായിട്ടുള്ള തെളിവുകളൊന്നും ഈ നിമിഷം വരെ പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അക്കാര്യത്തിൽ ഇരുട്ടിൽ തപ്പുകയാണ് പോലീസ്. അതിനിടയിലാണ് ഇപ്പോൾ കുട്ടി ഡിസ്ചാർജ് ആവുന്നു എന്നൊരു വാർത്ത പുറത്തേക്ക് വരുന്നു. ഇനി കുട്ടിയുടെ മൊഴി അത് രേഖപ്പെടുത്തുക എന്നതാണ്. അത് ശിശുക്ഷേമ സമിതിയുടെ നേതൃത്വത്തിലായിരിക്കും ഈ മൊഴി രേഖപ്പെടുത്തുക. ആ മൊഴിയിൽ ഏതെങ്കിലും തരത്തിൽ ഈ പ്രതിയിലേക്ക് ലീഡ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ എന്നതിലേക്കാണ് പോലീസ് ഉറ്റുനോക്കുന്നത്. അത്തരത്തിലൊരു മൊഴി ഉണ്ടെങ്കിൽ അതായിരിക്കും കേസിനെ ഇനി ഉണ്ടാവുന്ന വഴിത്തിരിവ്. ഇപ്പോൾ എങ്ങനെയാണ് പോലീസ് അന്വേഷണം? ഇതിലൊരു വ്യക്തത ഏതെങ്കിലും രീതിയിൽ വന്നിട്ടുണ്ടോ? കാരണം കുട്ടിയെ കണ്ടെത്തി ഇപ്പോൾ 2 ദിവസം ആവുകയാണല്ലോ ഏതാണ്ട്. ഇല്ല വിനീത, അക്കാര്യത്തിൽ ഇതുവരെ കൃത്യമായ ഒരു വ്യക്തത നൽകാൻ പോലീസിന് അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. കുട്ടിയെ കിട്ടിയതിന് ശേഷം കുട്ടി എങ്ങനെയാണ് ഈ ഓടയിലേക്ക് എത്തിയത് എന്നത് ചോദിച്ചാൽ അത് പോലീസിന് മറുപടിയില്ല. കുട്ടി എന്തായാലും ഒറ്റയ്ക്ക് നടന്നു പോവില്ല എന്നൊരു അനുമാനം മാത്രം പോലീസിന്റെ പക്കൽ നിന്ന് ലഭിക്കുകയാണ്. പക്ഷെ ആരാണ് കുട്ടിയെ അവിടെ കൊണ്ടുവന്ന് വിട്ടത്, ഇനി കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് ആണെങ്കിൽ അതാര്, എന്തിനു വേണ്ടി എന്നുള്ള ചോദ്യങ്ങൾക്കൊന്നും പോലീസിന്റെ പക്കൽ ഉത്തരമില്ല എന്ന് വേണമെങ്കിൽ പറയാം. അന്വേഷണം ഇപ്പോൾ മന്ദഗതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. CCTV ദൃശ്യങ്ങളൊക്കെ പോലീസ് അരിച്ചുപിറക്കി പരിശോധിക്കുന്നുണ്ടെങ്കിലും ആ ദൃശ്യങ്ങളിലൊന്നും കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട നേരത്തെ FIR-ൽ ഉണ്ടായിരുന്ന മഞ്ഞ സ്കൂട്ടർ ഇല്ല. ഒപ്പം തന്നെ ആരെങ്കിലും കുട്ടിയുമായി നടന്നു പോകുന്ന ദൃശ്യങ്ങളോ വാഹനത്തിൽ പോകുന്ന ദൃശ്യങ്ങളോ ഇല്ല എന്നതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. പക്ഷെ പിന്നീട് കുട്ടി എങ്ങോട്ട് പോയി, ഇനി അത്രയും മണിക്കൂർ കുട്ടി എവിടെയായിരിക്കും താമസിപ്പിച്ചിട്ടുണ്ടാവുക എന്നതടക്കമുള്ള പല കാര്യങ്ങളും പോലീസിന്റെ അന്വേഷണത്തിലാണുള്ളത്. പക്ഷെ ആ അന്വേഷണത്തിൽ പുരോഗതിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതിനാൽ പോലീസ് സംഘം കുട്ടിയുടെ മൊഴി അതിലാണ് ഇനി കാത്തിരിക്കുന്നത്. കുട്ടിയുടെ മൊഴിയിൽ നിന്ന് ഏതെങ്കിലും തരത്തിലൊരു തുമ്പിലേക്ക് എത്താൻ പറ്റുമെന്നൊരു വിശ്വാസമാണ് ജയപ്രകാശാണ് വിവരങ്ങൾ നൽകിയത്. കുട്ടിയെ ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യും. പോലീസ് അന്വേഷണവും തുടരുകയാണെന്ന് അഞ്ജു.